Welcome to Candela Physics Academy. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലാസ് 11 ഫിസിക്സിലെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് ഇപ്പം നമുക്കറിയാം. ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് സിലബസിലൊന്നും ഇപ്പോൾ ഫിസിക്സിന്റെ എക്സാം കഴിഞ്ഞിട്ടില്ല. കുട്ടികളുടെ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് 12 മാത്രമല്ല ക്ലാസ് 11 കൂടി വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പാരൻസിന്റെ ഒക്കെ ഒരു അഭിപ്രായം മുഖാന്തരമാണ് ക്ലാസ് 11 ക്ലാസ്സും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ചെറിയ കുട്ടികളെ അപ്പൊ നോക്കാം. റെക്ടാങ്കുലർ കോമ്പണൻസ് ഓഫ് എ വെക്ടർ എന്നുള്ള ഒരു പോർഷൻ വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വെക്ടർ എന്ന് പറയുന്ന ഒരു പോർഷൻ, രണ്ടാമത് എന്താണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. പിന്നെ ഏതാണ് സർക്കുലർ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഒരു റിവിഷനാണ് ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ പ്രൊജക്ടൈൽ മോഷൻ എന്നുള്ള ഒരു ടോപ്പിക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് റെക്ടാങ്കുലർ കോമ്പണൻസ് ഓഫ് എ വെക്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരോട്ടും പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അതായത് ഇത് എന്ന് പറയുന്നത് ഒരു ഒറിജിൻ ആണ് എന്ന് വിചാരിക്കുക, അല്ലെ? അപ്പൊ ഇത് ഒറിജിൻ ആണ് എന്നുണ്ടെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വെക്ടർ ഞാൻ ഇതുപോലെ വരയ്ക്കുകയാണ്. അപ്പൊ ഈ ഒറിജിനോടെ O എന്ന് മാർക്ക് ചെയ്യാം, ഇവിടെ P എന്നും മാർക്ക് ചെയ്യാം. അപ്പൊ ഈ OP എന്ന് പറയുന്ന വെക്ടർ നിങ്ങൾ നോക്കൂ, അത് എക്സ് കോർഡിനേറ്റിലാണോ നിൽക്കുന്നത്? അല്ല. വൈ കോർഡിനേറ്റിലാണോ നിൽക്കുന്നത്? അല്ല. അതിങ്ങനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ ഇതിങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ OP എന്ന് പറയുന്ന ഒരു വെക്ടറാണ് നമ്മളിവിടെ ഇങ്ങനെ വരച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ഈ OP എന്ന് പറയുന്ന വെക്ടറിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എ വെക്ടർ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എ എന്ന് പറയുന്ന ഈ ഒരു വെക്ടറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റിസോൾവ് ചെയ്യാനായിട്ട് പോവാണ്. എന്ത് ചെയ്യാൻ പോകുന്നു, റിസോൾവ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ അത് ഒരു വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ആ വെക്ടർ എക്സ് കോർഡിനേറ്റിലോ വൈ കോർഡിനേറ്റിലോ അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ് കോർഡിനേറ്റിന്റെയും വൈ കോർഡിനേറ്റിന്റെയും വാല്യൂ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കിനെ പറയുന്ന പേരാണ് എന്ത്, റെസൊല്യൂഷൻ ഓഫ് വെക്ടർ. ആ പ്രോസസ്സിനെ പറയുന്ന മറ്റൊരു പേരാണെന്ത്, റെക്ടാങ്കുലർ കോമ്പണൻസ് ഓഫ് എ വെക്ടർ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് എ എന്നുള്ള വെക്ടർ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എ എന്ന് പറയുന്ന ഈ ഒരു വെക്ടറിന്റെ കോമ്പണന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ ഞാനിങ്ങനെ വരയ്ക്കുകയാണ്. സിമിലർലി ഈ ഒരു പോയിന്റിൽ നിന്നും നേരെ മുകളിലേക്കും എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു ആംഗിൾ ഞാൻ മാർക്ക് ചെയ്യാണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആണ് എന്നും വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒന്നും ചെയ്തിട്ടില്ല. OP എന്ന് പറയുന്ന ഒരു വെക്ടർ അതിന് എ എന്ന പേരിൽ മാർക്ക് ചെയ്യുന്നു. അതിന്റെ ഒറിജിനിൽ നിന്നും എക്സ് കോർഡിനേറ്റിന് പാരലൽ ഡിറക്ഷനിലായിട്ട് ഒരു ലൈൻ വരച്ചു. അതുപോലെ തന്നെ വൈ കോർഡിനേറ്റിന് പാരലൽ ഡിറക്ഷനിലായിട്ട് എന്ത് ചെയ്തേക്കാണ്, ഒരു ലൈൻ ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ച് വെച്ചേക്കാണ്. ഇത്ര ചെയ്തിട്ടുള്ള വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ വരച്ച് വെച്ചേക്കാണ്. എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ എക്സ് കോർഡിനേറ്റിന് പാരലൽ ഡിറക്ഷനിൽ വരച്ചിട്ടുള്ള വെക്ടറിന് AX എന്നുള്ള പേര് കൊടുക്കാം. അതുപോലെ തന്നെ വൈ കോർഡിനേറ്റിന് പാരലൽ ഡിറക്ഷനിലായിട്ട് വരച്ചിട്ടുള്ള വെക്ടറിന് AY എന്ന പേരിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ AX വെക്ടറും കിട്ടി, അതുപോലെ തന്നെ AY വെക്ടർ കിട്ടി. AX വെക്ടർ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്, ഹൊറിസോണ്ടൽ കോമ്പോണന്റ് ഓഫ് വെക്ടർ A എന്ന് പറയാം. AYനെ പറയുന്ന പേരെന്താണ്, വെർട്ടിക്കൽ കോമ്പോണന്റ് ഓഫ് വെക്ടർ A എന്ന പേരിലും മാർക്ക് ചെയ്യാം. ശരിയാണല്ലോ? അപ്പൊ AX എന്ന് പറഞ്ഞാൽ വെക്ടർ AX എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞ, ഹൊറിസോണ്ടൽ കോമ്പോണന്റ്. ഹൊറിസോണ്ടൽ കോമ്പോണന്റ് ഓഫ് വെക്ടർ A എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കിതിനെ പറയുന്ന മറ്റൊരു പേരാണെന്ത്, ആൾസോ മേ ബി പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ. അങ്ങനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ എക്സ്
ആക്സിസ്, ഇങ്ങനെയും അതിനെ പറയാം. അപ്പൊ എക്സിനെ പറയുന്ന പേരുകൾ അപ്പൊ എന്താണ്? ഹൊറിസോണ്ടൽ കോമ്പോണന്റ് ഓഫ് വെക്ടർ എ, അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണെന്ത്? പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ എക്സ് ആക്സിസ്. സിമിലർലി എ വൈ എന്ന് പറയുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര് അപ്പൊ എന്തായിരിക്കും? വെർട്ടിക്കൽ. അതിനെ പറഞ്ഞ പേരാണെന്ത്? വെർട്ടിക്കൽ കോമ്പോണന്റ്. വെർട്ടിക്കൽ കോമ്പോണന്റ് ഓഫ് വെക്ടർ എ, അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണെന്ത്? പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വൈ ആക്സിസ് എന്ന പേരിലും റെപ്രസെന്റ് ചെയ്യാം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഡോട്ട് 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 മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഡോട്ട് ഡോട്ട് മാർക്ക് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഈ പോയിന്റിനെ എം എന്ന് മാർക്ക് ചെയ്തോളൂ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒ എം എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വലന്റ് ആണ്? എ വൈ വെക്ടറിന് ഈക്വലന്റ് ആണ്. അപ്പൊ ഈ ഒ എമ്മിന്റെ അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ഈ ഒരു പോയിന്റ് എൻ പി. അപ്പൊ ഇതിന് വേണമെങ്കിലും എന്തെന്ന് പറയാം? എ വൈ എന്ന് പറയാം. അപ്പൊ ഒ എം എന്ന് പറഞ്ഞാലും എൻ പി എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? എ വൈ ആണ്. ഇതിന് നമുക്ക് എന്ത് പറയാം? എ എക്സ് എന്ന പേരിലും റെപ്രസെന്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത പോയിന്റ് ഇതാണ്. എ എക്സിനെ നമുക്ക് എന്ത് ചെയ്യണം? എയുടെ ടേമിൽ റെപ്രസെന്റ് ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ എ എക്സിനെ നമുക്ക് ആ ഒരു ടേംസിലേക്ക് ഞാൻ എഴുതാൻ പോവാണ്. അപ്പോൾ എ എക്സ് ഈസ് ഈക്വൽ ടു, അതിന്റെ വാല്യൂ ഇതാണ് വരിക, എ കോസ് തീറ്റ എന്ന് വരും. സിമിലർലി എ വൈ എന്ന് പറയുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? എ സൈൻ തീറ്റ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ തീറ്റ എവിടെയാണോ വരുന്നത് അവിടെയാണ് കോസ് തീറ്റ വരിക. തീറ്റ ഇല്ലാത്ത ആംഗിൾ ആണ് എപ്പോഴും എന്ത് വരിക? സൈൻ തീറ്റ വരിക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. മനസ്സിലായല്ലോ? ഇനി നമുക്കറിയേണ്ടത് മറ്റൊരു പോയിന്റ് ആണ്. ഈ എ എക്സും എ വൈയും തമ്മിലുള്ള ഒരു റിലേഷൻ ഞാൻ ഇവിടെ എഴുതാം. വെക്ടർ എ ഈസ് ഈക്വൽ ടു വെക്ടർ എ എക്സ് പ്ലസ് എ വൈ. അറിഞ്ഞിരിക്കേണ്ട അടുത്ത ഒരു പോയിന്റ് ആണ്. ഓക്കെ. സിമിലർലി ഇനി നമുക്കറിയേണ്ട മറ്റൊരു പോയിന്റ് ആണ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ. സിമിലർലി അറിയേണ്ട മറ്റൊരു പോയിന്റ് ആണ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എ വൈ ഡിവൈഡഡ് ബൈ എ എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ശരിയായല്ലോ? ഇനി നമുക്ക് അറിയേണ്ട ഇതിന്റെ വെക്ടർ ആണ് അറിയേണ്ട മറ്റൊരു പോയിന്റ് ആണ്. ഇത് വെക്ടർ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മോഡുലസ് എ കാണണം. അപ്പോൾ വരുന്ന ഫോർമുല പഠിച്ചു വെക്കുക. എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. അപ്പൊ ഇവിടെ വെക്ടർ ഉണ്ട്, ഇവിടെ വെക്ടർ ഇല്ല. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ രണ്ട് കണ്ടീഷൻസ് ആയിട്ട് നമുക്കിപ്പോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട പോയിന്റുകൾ ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ എന്തൊക്കെയാന്ന് നോക്കൂ. ഒരു വെക്ടർ എ ഉണ്ടെന്ന് വിചാരിക്കുക. ആ വെക്ടർ എന്ത് ചെയ്യുന്നു? അത് എക്സ് കോർഡിനേറ്റിലാണെങ്കിൽ വൈ കോർഡിനേറ്റിലോ അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ടെക്നിക്കാണെന്ത്? റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വെക്ടർ എ മാർക്ക് ചെയ്തിട്ട് എക്സ് കോർഡിനേറ്റിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു, വൈ കോർഡിനേറ്റിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു, ഒ പിനെ എ വെക്ടർ എന്ന് പറയുന്നു. തീറ്റ ആംഗിൾ മാർക്ക് ചെയ്യുന്നു. തീറ്റ ആംഗിൾ വരുന്ന കോർഡിനേറ്റിനെ വെക്ടർ എ എക്സ് എന്ന് പറയുന്നു. തീറ്റ ഇല്ലാത്ത ആംഗിളിനെ വെക്ടർ എ വൈ എന്ന പേരിൽ പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒ എം എന്ന് പറയുന്നതും എൻ പി എന്ന് പറയുന്നതും പാരലൽ ഡിറക്ഷനിലാണ്, ഒരേ ലെങ്ത് ആണ്. അതുകൊണ്ട് ഒ എമ്മും എൻ പിയും എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? വെക്ടർ എ വൈക്ക് ഈക്വലന്റ് ആണ്. എ എക്സിനെ പറഞ്ഞ പേരാണ് പിന്നെ അടുത്തത് പറഞ്ഞത് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെക്ടർ എ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ എക്സ് ആക്സിസ്. സിമിലർലി എ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് വെക്ടർ എ, അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണത് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വൈ ആക്സിസ്. ഇനി ഇവന്മാർ തമ്മിലുള്ള കുറച്ച് റിലേഷൻഷിപ്പുകളാണ്. എ എക്സും വെക്ടർ എയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എ എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ, എ വൈ ഈക്വൽ ടു എ സൈൻ തീറ്റ. ഇനി വെക്ടർ എയും എ എക്സും എ വൈയും തമ്മിലുള്ള റിലേഷൻ ചോദിക്കുകയാണെങ്കിൽ വെക്ടർ എ ഈക്വൽ ടു എ എക്സ് പ്ലസ് എ വൈ ആണ്. സോ കോസ് തീറ്റ ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് വരും? എ എക്സ് ബൈ എ വരും. സൈൻ തീറ്റ ഈക്വൽ ടു എ വൈ ബൈ എ. ഇനി ഇവന്മാരുടെ മോഡുലസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഫോർമുല എന്താണ്? എ ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ്
AY² എന്ന പേരിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു വെക്ടർ എന്ന് പറയുന്നത് X കോർഡിനേറ്റിലോ Y കോർഡിനേറ്റിലോ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഫോർ എക്സാമ്പിൾ ഇത് ഇങ്ങനെ ഒരു കേർവ്ഡ് സർഫസ് ആണല്ലോ, അപ്പൊ ഇതിന്റെ ഡിറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ഒരു ടാൻജന്റിനെ മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ വെക്ടർ Y ആ, അപ്പൊ X കോർഡിനേറ്റിലോ അല്ല Y കോർഡിനേറ്റിലോ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇങ്ങനെ റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും, ഈ ആംഗിൾ തീറ്റ. സോ ഇത് ഹൊറിസോണ്ടൽ കോമ്പോണന്റ്, ഇത് വെർട്ടിക്കൽ കോമ്പോണന്റ് ആയിട്ട് മാറും. ഈ ഫിഗർ നിങ്ങൾക്ക് ഞാൻ വരച്ചപ്പോൾ എന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് പ്രൊജക്ടൈൽ മോഷനിലേക്കുള്ള എന്റെ ഒരു മൂവ്മെന്റ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഉത്തരങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. PDF ഫയലുകൾ ആവശ്യമുള്ള കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലും കമന്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.